വേലൂർ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ കോൺഗ്രസ് ഭരണസമിതി രാഷ്ട്രീയ വൈരാഗ്യത്താൽ പിരിച്ചുവിട്ടുവെന്ന ആരോപണം സിപിഎം അംഗങ്ങൾ പ്രതിഷേധിച്ചു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട് മികച്ച രീതിയിൽ സേവനം ചെയ്തിരുന്ന പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറെയും 6.5 വർഷക്കാലം യാതൊരു പരാതിക്കും ഇട നൽകാതെ സേവനം ചെയ്തിരുന്ന ഹോമിയോ ഫാർമസിസ്റ്റിനെയുമാണ് വ്യാജ പരാതികൾ ഉന്നയിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതെന്ന് സിപിഎം അംഗങ്ങൾ ആരോപിച്ചു. ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിയ പാലിയേറ്റീവ് ഡ്രൈവറെ ഭരണസമിതി തിരിച്ചെടുക്കുന്നില്ലെന്നും ഹോമിയോ ഡോക്ടറോടും പഞ്ചായത്ത് സെക്രട്ടറിയോടും ഭരണസമിതി റിപ്പോർട്ട് തേടിയപ്പോൾ പിരിച്ചുവിട്ട ജീവനക്കാരുടെ പ്രവർത്തനങ്ങളിൽ അപാകതയോ കൃത്യവിലോപമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ടിലുള്ളതായി സിപിഐഎം മെമ്പർമാർ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പഞ്ചായത്ത് യോഗത്തിൽ അവതരിപ്പിക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ല എന്നും ഒരു യോഗ്യതയുമില്ലാത്ത ആളെയാണ് ഹോമിയോ ഫാർമസിസ്റ്റായി നിയമിച്ചത് എന്നും ഇവർ ആരോപിക്കുന്നു. മെഡിക്കൽ ഓഫീസർ ആ താൽക്കാലിക ജീവനക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അത് വായിക്കാനുള്ള ഒരു നടപടി ഉണ്ടായില്ല. അതിലെതിരെയാണ് പ്രതിഷേധം. പാലിയേറ്റീവിന്റെ ഡ്രൈവറായ രാധാകൃഷ്ണേട്ടനെയും അവര് ഡെയിലി വേജായ രാധാകൃഷ്ണേട്ടനെയും അവർ പിരിച്ചുവിട്ടിരുന്നു. ആള് സ്റ്റേ ഓർഡർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ട് പോലും ആളെ തിരിച്ചെടുക്കാനുള്ള യാതൊരു നടപടികളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പൊ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് LDFന്റെ മെമ്പർമാർ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. ഭരണസമിതി അറിയാതെ കോൺഗ്രസ് പ്രവർത്തകരെ വെച്ച് പുതിയ നിയമം നടത്തുകയാണ്. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കളക്ടർ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതിനാവശ്യമായ നടപടിയെടുക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നും CPIM മെമ്പർമാർ ആരോപിച്ചു.